That's the topic of lifestyle disease or disease, coronary heart disease, the fourth point of lifestyle disease, hypochondriac disease. Coronary disease, CHD, are the diseases of the heart and its vessels and valves. ഇത് ഒരു ഡിസീസ് ഹാർട്ടിലും അതിൻ്റെ വെസൽസിലും അതിൻ്റെ വാൾവിലും ഉണ്ടാകുന്ന അസുഖത്തെയാണ് CHD എന്ന് പറയുന്നത്. കോറോണറി ഹാർട്ട് ഡിസീസ് പറയുക. Diseases or the interruption in the coronary vessels leads to blockage of blood to the function of the heart. എന്താണ് ഒരു ഇൻട്രപ്ഷൻ ആണ് അല്ലെങ്കിൽ അസുഖമാണ് കൊറോണറി വെസൽസ് സംഭവിക്കുന്ന ഒരു അസുഖം. ലീഡ് ടു ബ്ലോക്കേജ്, ഇത് ബ്ലഡ് തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ്. ടു ദ ഫങ്ഷൻ ഓഫ് ദ ഹാർട്ടിനെ, ഇതിൻ്റെ ഫങ്ഷനെ ബ്ലോക്കേജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. അതിനാണ് ഈ കൊറോണ ഹാർട്ട് ഡിസീസ് എന്ന് പറയാം. ഇപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, കൊറോണ ഹാർട്ട് ഡിസീസ് തന്നെ. Coronary heart disease, CHD, also called coronary artery diseases, is a condition in which plaque build up inside the coronary arteries. These arteries supply oxygen-rich blood to your heart muscles. Coronary arteries, നമ്മൾ നേരത്തെ ആർട്ടറീസ് എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ടോപ്പിക്കിൽ. കൊറോണറി ആർട്ടറീസ് മീൻസ് ആർട്ടറി ഹാർട്ടിൽ നിന്ന് ഹാർട്ടിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് ഒരു ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൽ നിന്ന് ഒരു ആർട്ടറി എന്താണ് ഹാർട്ടിലേക്കിൻ്റെ പുറത്ത് അത് വർക്ക് ചെയ്യാൻ വേണ്ടി ഹാർട്ട് കൊറോണറി മസിൽസിലേക്ക് എത്തുന്നുണ്ട്. ആ കൊറോണറി ഹാർട്ട് ആർട്ടറീസിൽ എന്താണത്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഹാർട്ട് സപ്ലൈ ഓക്സിജൻ റിച്ച് ബ്ലഡ് ടു യുവർ ഹാർട്ട് മസിൽ. ഹാർട്ട് മസിലിലേക്ക് ഇതിലെത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൊറോണ ആർട്ടറിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ദൗത്യം. അപ്പം അതിൽ ഈ കൊറോണ ഹാർട്ട് ഡിസീസ് ആൾസോ കാൾഡ് കൊറോണ ആർട്ടറി ഡിസീസ് ആണ്. ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് പ്ലാഗ് ബിൽഡ് അപ്പ് ഇൻസൈഡ് ദ കൊറോണ ആർട്ടറീസ്. ഒരു പ്ലാഗ് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കൊറോണ ആർട്ടറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, പ്ലാഗ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫാറ്റ്, കൊളസ്ട്രോൾ, കാൽസ്യം. പ്ലാഗ് എങ്ങനെയാണ്? ഫാറ്റ്, കൊളസ്ട്രോൾ, കാൽസ്യം ആൻഡ് അതർ സബ്സ്റ്റൻസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡിലുള്ള മറ്റ് സബ്സ്റ്റൻസ് കൂടിയിട്ട് ഉണ്ടാകുന്നതാണ് പ്ലാഗ്. വെൻ പ്ലാഗ് ബിൽഡ് അപ്പ് ഇൻ ദ ആർട്ടറീസ്, ആർട്ടറി ഉണ്ടായിക്കഴിഞ്ഞാൽ ദ കണ്ടീഷൻ ഈസ് കാൾഡ് അത്രിയോസ്ക്ലറോസിസ്, ആർട്ടറി വാൾ തിക്കനിങ്. അത്രിയോസ്ക്ലറോസിസ് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർട്ടറിയോസ്ക്ലറോസിസ് അതൊരു കണ്ടീഷനാണ്, ഇതൊരു പ്രോസസ്സാണ്. അതൊരു നമ്മളെ ആർട്ടറി എന്താ, വെയിൻ എന്താന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടറി മീൻസ് ഹാർട്ടിൽ നിന്ന് ഓക്സിജൻ ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ്. ആ പോകുന്ന വെസൽസ് ആണ് എന്ത് പറയുന്നത്, ആർട്ടറീസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ആർട്ടറിയുടെ സോഫ്റ്റ്വെയറിനെ തിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ഇതൊരു ആർട്ടറിയോസ്ക്ലറോസിസ്. ആർട്ടറിയോസ്ക്ലറോസിസ് പറഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടുന്ന അതൊരു പ്രോസസ്സിലൂടെ എത്തിപ്പെടുന്നതാണ് ആർട്ടറിയോസ്ക്ലറോസിസ്. ആർട്ടറി വാൾ തിക്കനിങ് എന്ന് പറയട്ടോ, ആർട്ടറി വാൾ തിക്കനിങ്. ഈ ആർട്ടറി വാൾ തിക്കനിങ് വന്നു കഴിഞ്ഞാൽ പമ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ദിസ് ലീഡ്സ് ടു ചെസ്റ്റ് പെയിൻ, അതായത് തിക്കം വന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ വളരെ കുറയും. അപ്പം എന്ത് ചെയ്യും, ദിസ് ലീഡ്സ് ടു ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ഷോർട്ടൻസ് ഓഫ് ബ്രീത്തിങ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടും അല്ലേ. ഇതാണ് നോർമൽ ആർട്ടറിയാണ്. ഇതിൽ ആർട്ടറി വാള് ആർട്ടറി ക്രോസ് സെക്ഷനിൽ നോക്കിയാൽ ഇങ്ങനെ കാണും. നാരോവിങ് ആർട്ടറി, ഇതാണ് പ്ലാഗ്. അബ്നോർമൽ ബ്ലഡ് ഇതിലൂടെ അപ്പുറത്തെ ബ്ലഡ് പോകാൻ വളരെ ബുദ്ധിമുട്ടാവും. ഒരു സാധാരണ ഒരു 80% ഒക്കെ ആണെങ്കിൽ കൂടി എന്ത് ചെയ്യും, ഇതൊക്കെ ഒരു 60% ബ്ലഡ് പോകും. അതൊരു 80-ലേക്കും ഒരു 75-80-ലേക്ക് എത്തുമ്പോഴാണ് ചെസ്റ്റ് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഓക്കെ, വാട്ട് ഈസ് കൊളസ്ട്രോൾ? It is the type of fat or lipid for building cell membrane and for making several other essential hormones. നമ്മൾ കൊളസ്ട്രോൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ഈ കൊളസ്ട്രോള് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് അകത്ത് ചെല്ലും. അതുപോലെ തന്നെ കൊളസ്ട്രോള്
സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ലിവർ കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലിവർ പ്രൊഡ്യൂസിങ് കൊളസ്ട്രോൾ. അപ്പോൾ ഇറ്റ് ഈസ് എ ഫാറ്റ് ആണ് ഓർ ലിപ്പിഡ് ആണ്. ലിപ്പിഡ് ഫാറ്റി ആസിഡ് ആണ് കൊളസ്ട്രോൾ. ഫോർ ബിൽഡിംഗ് സെൽ മെംബ്രെയിൻസ്. ഈ കൊളസ്ട്രോൾ വളരെ ആവശ്യമുള്ളതാണ് ബിൽഡിംഗ് സെൽ മെംബ്രെയിന് ഉണ്ടാക്കാനാണ്. ഫോർ മേക്ക് സെവറൽ അതർ എസെൻഷ്യൽ ഹോർമോൺസ് ഉണ്ടാക്കാനൊക്കെ കൊളസ്ട്രോൾ ആവശ്യമാണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെവറൽ സബ് യൂണിറ്റ്. പിന്നെ കമ്പോസ്ഡ് ഓഫ് സെവറൽ സബ് യൂണിറ്റ് ഉണ്ട്. LDL കൊളസ്ട്രോൾ, ഡെൻസിറ്റി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയും. ഈ ബാഡ് LDL ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊളസ്ട്രോൾ ഈ ബ്ലഡ് സ്ട്രീമിൽ ആർട്ടറി സ്ട്രീമിലൂടെയും ഒഴുകുമ്പോൾ ഈ LDL ആണ് ഈ ശരീരത്തിൽ ആർട്ടറിയുടെ സൈഡിൽ പ്ലാഗ് ആയിട്ട് ഉണ്ടാകുന്നത്. LDL പോയി അവിടെ അടിഞ്ഞു കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി പ്ലാഗ് ആയിട്ട് മാറിയിട്ട് അതിന് ബ്ലോക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത് LDL കൊളസ്ട്രോൾ ആണ്. അതുകൊണ്ടാണ് ബാഡ് കൊളസ്ട്രോൾ. HDL കൊളസ്ട്രോൾ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുക. HDL കൊളസ്ട്രോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റിമൂവ് ചെയ്യുന്ന അതിൻ്റെ LDL കൊളസ്ട്രോൾ പ്ലാഗ് ഒക്കെ റിമൂവ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന കൊളസ്ട്രോളാണ്. ഇതെന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് ഈ കൊളസ്ട്രോളൊക്കെ ക്യാരി ചെയ്തിട്ട് ലിവർ കൊണ്ടുപോയിട്ട് ലിവറിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കൊളസ്ട്രോൾ മോശപ്പെട്ട ഈ പ്ലാഗ് അങ്ങനത്തൊക്കെ നശിപ്പിക്കുക. LDL cholesterol, low density lipoprotein, bad cholesterol causes lining of the arteries leading to atherosclerosis or hardening of the arteries. hardening ആർട്ടറിയിൽ എന്തുണ്ടാക്കും, കട്ടി കൂടാൻ ഹാർഡൻ ചെയ്യും. ഇതിൻ്റെ സ്ക്ലെറോസിസ് എന്താണ്, ഒരു പ്രോസസ്സാണ് അല്ലേ. ആർട്ടറി കട്ടി കൂടുന്ന പ്രോസസ്സാണ്. അതിൽ പ്ലാഗ് ഉണ്ടായി കട്ടി കൂടുന്ന പ്രോസസ്സാണ് അല്ലേ സ്ക്ലെറോസിസ്. ഹാർഡനിങ് ആർട്ടറി കട്ടി കൂടും. പിന്നെ ആർട്ടറി ഒക്കെ നല്ല ഇലാസ്റ്റികത ഉള്ളതാണ്. പിന്നെ വെയിനേക്കാളും ഇലാസ്റ്റികത കൂടുതൽ ആർട്ടറീസ്. നാരോയിങ് ആർട്ടറി ചുരുങ്ങും. അതിൻ്റെ ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയാണ് LDL കൊളസ്ട്രോൾ കൂടുതലുണ്ടായത്. HDL കൊളസ്ട്രോൾ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഗുഡ് കൊളസ്ട്രോൾ ആണ്. ലെവർ ആർ അസോസിയേറ്റഡ് വിത്ത് ലോവർ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്കിൻ്റെ. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത HDL ആണ്, HDL കൂടുതലാണെങ്കിൽ അസോസിയേറ്റ് ലോവർ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ കുറയാൻ സാധ്യത കുറവാണ്. HDL കൂടുതലാണെങ്കിൽ. HDL ക്യാരീസ് കൊളസ്ട്രോൾ ഫ്രം അതർ പാർട്ട് ഓഫ് ദ ബോഡി ബാക്ക് ടു ലിവർ. ഞാൻ പറഞ്ഞ സംഗതിയാണ്. HDL ക്യാരീസ് കൊളസ്ട്രോൾ ഫ്രം അതർ പാർട്ട് ഓഫ് ദ ബോഡി ബാക്ക് ടു ലിവർ. മറ്റുള്ള പാർട്ട്സ് മസിൽസ് ഒന്നും എടുത്തിട്ട് ലിവർക്ക് എത്തിക്കുന്നതാണ് അല്ലേ. ദ ലിവർ റിമൂവ് കൊളസ്ട്രോൾ ഫ്രം ദ ബോഡി കൊളസ്ട്രോൾ ഒഴിവാക്കുന്ന ലിവറാണ്. ലിവർ കുറേ ഫങ്ഷൻ ഉണ്ട്. ശരീരത്തിൽ എല്ലാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന ലിവറാണ്. ഹയർ ദാൻ HDL ലോവർ ദ ചാൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ HDL കൂടുതലുണ്ട്, ഹൈ ഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീൻ കൂടുതലുണ്ടെങ്കിൽ കൂടുതലുണ്ടല്ലോ അത് ചാൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ചാൻസ് കുറവാണ്. കാരണം എന്താ, പ്ലാഗൊക്കെ ശരീരത്തിൽ റിമൂവ് ചെയ്യുന്ന HDL ആണ് അല്ലേ. കോസസ് ഓഫ് കാർഡിയാക് ഡിസീസസ്, അത്രോസ്ക്ലെറോസിസ്, അത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ലാക്ക് ഓഫ് എക്സസൈസ്, സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സൊക്കെ വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കോവിഡ് കാലത്ത് തുടക്കകാലത്തൊക്കെ പെട്ടെന്ന് വളരെ ടെൻഷൻ, കോവിഡിനെ പറ്റി ടെൻഷനില്ലാത്ത ഭയങ്കര പെട്ടെന്ന് സ്ട്രെസ്സും ടെൻഷനും വന്ന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഡയബറ്റീസ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഡയബറ്റീസ് എന്താണ്, ഫസ്റ്റ് എന്താ സെക്കൻഡ് ആണ് പറഞ്ഞിട്ടുണ്ടാകും. കാരണം ഡയബറ്റീസ് കൊണ്ട് ഹാർട്ടിലെ ആർട്ടറിയിലും അതുപോലെ തന്നെ മൊത്തത്തിൽ എന്തുണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും. അതിന് അപ്പം എന്താണ് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അല്ലേ. ഹൈ BP ഉണ്ടാകുമ്പോൾ, സാൾട്ട് ഉണ്ടാകുമ്പോൾ BP ഉണ്ടാവും അല്ലേ. BP ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഹൈ BP, അബ്നോർമൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതൽ LDL കൂടുകയാണെങ്കിൽ സാധ്യതയുണ്ട്. എക്സസ് ബോഡി ഫാറ്റ് ഉണ്ടെങ്കിൽ, ഒബേസിറ്റി ഉണ്ടായാൽ, ഏജ് മെൻ 40 ഹയർ റിസ്ക് ഓഫ് CHD ദാൻ വുമൺ. 40 വയസ്സുള്ള ആളുകൾക്ക് പെണ്ണുങ്ങൾക്ക് ഇതിനേക്കാളും സാധ്യത ആസ് വുമൺ ഗെറ്റ് ഓൾഡർ ദ റിസ്ക് ഇൻക്രീസസ്. പെണ്ണുങ്ങൾക്ക് വയസ്സ് കൂടുന്നതനുസരിച്ച് റിസ്ക് കൂടും. അത് ബാഡ് ജീൻസ്, ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക്കായിട്ട് നമ്മളെ
ഫാദറിനും മദറിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്കിന് സാധ്യത കൂടുതലാണ് ഫാമിലി ഹിസ്റ്ററി. ഹൈ ഇൻസുലിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അത് ടൈപ്പ് 2 അല്ലേ, ഡയബറ്റീസ് പഠിച്ചത്. ഇൻസുലിൻ ശരീരത്തിലുണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, അത് മസിൽ റെസ്റ്റ് ചെയ്യും അല്ലേ ഇൻസുലിനെ. അപ്പം അത്തരത്തിൽ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് ബ്ലഡിലുണ്ടാകുമ്പോൾ ഹൈ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ അബ്യൂസ് മീൻസ് ഒരു പ്രക്രിയയാണ്, ഒരു ഇതാണ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ അബ്യൂസ് എന്ന് പറയുന്നത്. അത് മൈൽഡായിട്ടുള്ളതാണ്, അത് കൂടിക്കഴിഞ്ഞാൽ ആൽക്കഹോളിക് ആയി മാറും. സിംറ്റംസ് ചെസ്റ്റ് പെയിൻ ഓർ ഡിസ്കംഫർട്ട് ഉണ്ടാവും അല്ലേ, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ഫീൽ ലൈക്ക് സമ്മൺ സ്ക്വീസ് ഹാർട്ട്, ഒരു സ്ക്യൂസ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും. പെയിൻ അണ്ടർ ദ ബ്രസ്റ്റ് ബോൺ, അതായത് ബ്രസ്റ്റ് ബോൺ തൊറാസിക്, അതിൻ്റെ ബ്രസ്റ്റിൻ്റെ ഹാർട്ടിൻ്റെ അടുത്തായിട്ട് ആ ബോണിൽ നല്ല പെയിൻ ഉണ്ടാവും. ആൾസോ ഫീൽ നെക്കിലുണ്ടാവും, കയ്യിലേക്ക് ഇറങ്ങുന്നതായിട്ട് തരിപ്പുണ്ടാവും. വയറിന് സ്റ്റൊമക്കിനുണ്ടാവും, ഒരു അപ്പർ ബാക്കിന് മേൽഭാഗത്തായിട്ടുള്ള ആ ഭാഗത്തുണ്ടാവും. ഷോർട്ടൻ ബ്രീത്ത് ആൻഡ് ഫെറ്റീഗ് വിത്ത് ആക്ടിവിറ്റി, ബ്രീത്തിങ് കൂടിയും കുറയും. പിന്നെ ഫെറ്റീഗ് വിത്ത് ആക്ടിവിറ്റി, പിന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. പ്രിവെൻഷൻ എന്നൊക്കെ തടയാം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുക, സ്മോക്കിംഗ് നിർത്തുക, ഇത് ഹാർട്ട് ഹെൽത്ത് ഡയറ്റ് യൂസ് ചെയ്യുക, ലോ ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റായിട്ടുള്ള സാധനങ്ങൾ കുറക്കുക, ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂട്ടുക, ഐഡിയൽ വെയിറ്റ് കറക്റ്റ് വെയിറ്റ്, റെഗുലർ എക്സസൈസ് ഉണ്ടാകുക, കീപ്പ് ദ ബ്ലഡ് ഷുഗർ അണ്ടർ കൺട്രോൾ. ഇഫ് ഡയബറ്റിക് ആണെങ്കിൽ ഷുഗർ കൺട്രോൾ ആകുക, എയറോബിക് എക്സസൈസ് ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക. ആഡ് സോളബിൾ ഫൈബർ ടു ദ ഡയറ്റിൽ സോളബിൾ ഫൈബറിൻ്റെ ഇതൊക്കെ ഉണ്ട്, നാരുള്ള ഭക്ഷണം കൂടെ അവോയ്ഡ് ഓർ റെഡ്യൂസ് സ്ട്രെസ് കുറക്കാൻ നോക്കുക. കീപ്പ് ദ BP ബിലോ 150 MPൻ്റെ ആ ലെവലായിട്ട് ഹിസ്റ്റോളിക്കും എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്ത് നിർത്തുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഒന്ന്. ഓക്കെ, ലെറ്റ് us find out this session.